ബിഗ് ബോസ് താരം അനുമോൾ ജയിലിലേക്ക്. അങ്ങനെ പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഈ ബിഗ് ബോസിന്റെ ജയിലിലേക്കായിരിക്കും എന്ന്. അല്ല, അനുമോള് എനിക്ക് തോന്നുന്നു അട്ടക്കുളങ്ങര പിന്നെ സ്ത്രീകളുടെ ജയിലുണ്ടല്ലോ, അവിടെ ആയിരിക്കും പോണെങ്കിൽ പോകാൻ സാധ്യതയുള്ളത്. 3 വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്ന കുറ്റമാണ് അനുമോൾ ചെയ്തിരിക്കുന്നത്. അതായത് ബിഗ് ബോസ് ഷോ എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം, ഇപ്പോൾ പലരും അതിന് നെഗറ്റീവ് പറയുന്നവരുണ്ട്, പോസിറ്റീവ് പറയുന്നവരുണ്ട്. ലാലേട്ടന് വേറെ ജോലിയൊന്നുമില്ല ഈ ഷോ അവതരിപ്പിക്കാൻ വരാനെന്നൊക്കെ ചോദിക്കുന്നവരുണ്ട്. പക്ഷെ പലരും അതിനെ കാണുന്നത് ഈ വൈകിട്ടത്തെ ജോലിയൊക്കെ കഴിഞ്ഞ് വന്നിരുന്നിരിക്കുമ്പോൾ ഓരോ ഗെയിമുകളും നമ്മൾ പുറത്ത് കാണുന്ന സ്വഭാവമാണോ ഇവരുടെയൊക്കെ യഥാർത്ഥ സ്വഭാവം എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റൂല. മനുഷ്യന്റെ കാര്യമാണ്. അവർ നമ്മളോട് കാണിക്കുന്ന സ്നേഹവും ഇതുമൊക്കെ ചിലപ്പോൾ വെറും പൊള്ളയായിരിക്കും. അവരുടെ യഥാർത്ഥ സ്വഭാവം മറ്റുള്ളവർ വഴിയായിരിക്കും ഒരുപക്ഷെ നമ്മൾ അറിയുന്നത്. അപ്പോൾ അല്ലെങ്കിൽ ഇവരിങ്ങനെയൊക്കെ ഇങ്ങനെ ഈ ഒരു ഷോയിലൊക്കെ വന്ന് കാണിക്കുമ്പോഴായിരിക്കും നമ്മൾ അറിയുന്നതോ ഇവർക്കൊക്കെ ഇങ്ങനത്തെ സ്വഭാവങ്ങളുണ്ടോ എന്നുള്ളത്. അപ്പോൾ ഈ അത്തരത്തിൽ ചില ആളുകൾ, കുറേ ആളുകൾ ഈ ബിഗ് ബോസിനെ ഇഷ്ടപ്പെടുന്ന കുറേ ആളുകളുണ്ട്. നെഗറ്റീവ് പറയാനാണെങ്കിൽ പോലും അത് കാണാൻ കയറുന്ന കുറേ ആളുകളുണ്ട്. ഇപ്പോൾ ഈ അടുത്ത സമയത്ത് ഞാൻ ഈ ഷോ സ്ഥിരമായി കാണുന്ന ഒരാളല്ല, ഫേസ്ബുക്കിലൊക്കെ അതിൻ്റെ കട്ടിങ്സ് ഒക്കെ വരുമ്പോൾ ഇരുന്ന് കാണുന്ന ഒരാളാണ്. സ്ഥിരമായി കാണാൻ സമയവും ഇല്ല. അത് അത്തരത്തിൽ എനിക്ക് നേരത്തേക്കുള്ള സീസണ് മിക്കവാറും ഒക്കെ കണ്ടിരുന്നു. ഈ സീസണ് അത്ര വലിയ നല്ല കണ്ടസ്റ്റൻസ് ആണ് എന്ന് തോന്നാത്തത് കൊണ്ടാണ് അത്ര കാണാത്തത്. അത് ഓരോരുത്തരുടെ ഇഷ്ടമാണ്. ഇപ്പം എൻ്റെ താല്പര്യമായിരിക്കില്ല വേറൊരാൾക്ക്. ഇപ്പോൾ വൈൽഡ് കാർഡ് എൻട്രിയിൽ വന്ന മസ്താനി ഒരു തീ കൊളുത്തി. ആ തീ ഇങ്ങനെ ആളിപ്പടർന്ന് കത്തി അവസാനം അനുമോളിൽ ചെന്ന് അവസാനിച്ചു എന്നുള്ളതാണ്. അതായത് ആര്യനും ജിസേലും പുതപ്പിനടിയിൽ ഉമ്മ വച്ചു. ഇതാണ് അനുമോൾക്ക് സഹിക്കാൻ പറ്റാത്തത്. എത്ര ചീപ്പ് വൃത്തികെട്ട ഒരു നാടകമാണ് അനുമോൾ കളിക്കുന്നത് എന്നുള്ളതാണ്. ജയിക്കാൻ വേണ്ടി എത്ര തറയാകാനും ഒരുക്കമാണെന്ന് പറയുന്ന പല കണ്ടസ്റ്റന്റ് ഇതിനു മുൻപ് വന്നു പോയിട്ടുണ്ട്. പക്ഷേ ഇത്രയും ചീപ്പായ ഒരു സീസൺ, ഇത്രയും ചീപ്പ് സംസാരം നടത്തുന്ന ഒരു സീസൺ നമ്മൾ ഇന്ന് വരെ കണ്ടിട്ടില്ല. അനുമോൾ എന്താ കുലസ്ത്രീ കളിക്കുകയാണോ എന്നൊക്കെ പല കമന്റുകളും നമ്മൾ കണ്ടിട്ടുണ്ട്. അതായത് ബിഗ് ബോസിന്റെ ഫാൻസ് ഗ്രൂപ്പിൽ ഒരു ആരാധകൻ പങ്കുവയ്ക്കുന്ന കുറിപ്പാണ്. അതിൽ ആ ആരാധകൻ പറയുന്നുണ്ട്, നിങ്ങളിതിൽ നടപടി എടുത്തില്ലെങ്കിൽ ഞാൻ കേസ് ഫയൽ ചെയ്യും, എന്നിട്ട് അനുമോളെ ഞാൻ ജയിലിലാക്കും. സ്ത്രീത്വത്തെ അപമാനിച്ചിരിക്കുകയാണ് അനുമോൾ. ഇത് അംഗീകരിച്ചു കൊടുക്കാൻ കഴിയില്ല എന്നാണ് പറയുന്നത്. അതായത് ലാലേട്ടനൊരു തുറന്ന കത്ത്, ഇങ്ങനെയാണ് അദ്ദേഹം പറയുന്നത്. സ്ത്രീത്വത്തെ അപമാനിക്കുകയാണ് അനുമോൾ ചെയ്തത്. 3 വർഷം തടവും പിഴയും ലഭിക്കാവുന്ന കുറ്റമാണ് അനുമോൾ ചെയ്തത്. ശനിയാഴ്ച ലാലേട്ടൻ വരുന്ന ദിവസമാണ് ശനിയും ഞായറും. ശനിയാഴ്ച അനുവിനെ പുറത്താക്കുകയോ കൃത്യമായ ശിക്ഷയോ കൊടുത്തില്ലെങ്കിൽ ഈ കേസ് ഞാൻ ഫയൽ ചെയ്യും എന്നാണ് ഈ ബിഗ് ബോസ് ഫാൻസ് ഗ്രൂപ്പിൽ ഒരാൾ എഴുതുന്നത്. മറ്റൊരാൾ എഴുതുന്നത്, ലാലേട്ടന് തുറന്ന കത്ത്. പ്രിയപ്പെട്ട ലാലേട്ട, ഞാൻ അങ്ങയുടെയും ബിഗ് ബോസ് എന്ന ഷോയുടെയും ആരാധകനാണ്. പക്ഷേ പറയാതിരിക്കാൻ സാധിക്കുന്നില്ല. ഈ വർഷത്തെ വൈൽഡ് കാർഡ് അടക്കമുള്ള കണ്ടസ്റ്റന്റ് മോശമാണ്. ജോലി കഴിഞ്ഞ് വീട്ടിൽ വരുമ്പോൾ 1 മണിക്കൂർ നല്ല ഗെയിംസും അതിനോടൊപ്പം ആളുകളുടെ സ്വഭാവവും അവരുടെ ഇൻഡിവിജ്വൽ സ്ട്രാറ്റജികളും ഒക്കെ കാണാനാണ് ബിഗ് ബോസ് ഷോ കാണുന്നത്. ഒരു സോഷ്യൽ എക്സ്പെരിമെന്റ് ആയതുകൊണ്ട് ഷോയിൽ പലതരത്തിലുള്ള ആളുകൾ വരുമെന്നറിയാം. പക്ഷേ അനുമോളെ പോലുള്ളവർ ഈ ഷോയുടെ നിലവാരം വളരെയധികം താഴ്ത്തുന്നുണ്ട്. ബിഗ് ബോസിന്റെ ചരിത്രത്തിൽ ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്ത ഒരു ആക്ടാണ് അനുമോളും മസ്താനിയും കൂടി അവിടെ ചെയ്തത്. ഈ ഷോയുടെ ആരാധകൻ എന്ന നിലയ്ക്കും ഇത്രയും മോശം ഒരു കണ്ടന്റ് കഴിഞ്ഞ 7 സീസണിലും സംഭവിച്ചിട്ടില്ല എന്ന് എനിക്ക് പറയാൻ സാധിക്കും. അനുമോൾ ആദ്യത്തെ ആഴ്ച മുതൽ അവിടെയുള്ള ഓരോ കണ്ടസ്റ്റന്റിനെയും പുറത്തെ കാര്യങ്ങൾ എടുത്തിട്ടും അല്ലാതെയും ഡീഫെയിം ചെയ്യുകയാണ്. നിലവിലത് പരിധിക്കപ്പുറമാണ്. ഒന്നുകിൽ എനിക്കത് ലീഗൽ ആക്ഷൻ എടുക്കാൻ കോടതിയെ സമീപിക്കേണ്ടി വരും, അല്ലെങ്കിൽ അനുമോളെ പുറത്താക്കുകയോ കൃത്യമായ ശിക്ഷ താങ്കളുടെ ബിഗ് ബോസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുകയോ വേണം എന്നാണ് കുറിപ്പിൽ പറയുന്നത്. ഇത് ഒരാളല്ല, ഒന്നിലധികം പേർ ഇത്തരത്തിൽ ബിഗ് ബോസ് ഫാൻസ് ഗ്രൂപ്പിൽ ഇത്തരത്തിൽ കുറിപ്പുകൾ എഴുതിയിട്ടുണ്ട്. ഇനി മറ്റൊരാൾ പറയുന്നത്, ക്യാപ്റ്റൻ എന്ന നിലയിൽ നെവിൻ കൈകാര്യം ചെയ്തത് വളരെ നല്ല കാര്യമെന്നാണ് പറയുന്നത്. ഈ കാര്യം വന്നപ്പോൾ നെവിൻ ബിഗ് ബോസ് അതായത് ആര്യ ജിസേൽ പുതപ്പിനടിയിൽ ചുംബിച്ചു എന്ന വിഷയം അനുമോൾ ഉന്നയിച്ചപ്പോൾ അത് ഉന്നയിക്കുക മാത്രമല്ല മസ്താനിയെ വെച്ച് ഡെമോ കാണിക്കുകയും ചെയ്തു അനുമോൾ. അതൊരു ചെറിയ ഗോസിപ്പായി ഒതുക്കേണ്ട ഒന്നല്ലായിരുന്നു. പകരം അത് മത്സരാർത്ഥികൾക്കിടയിൽ വലിയ തെറ്റിദ്ധാരണകൾക്കും ഗോസിപ്പുകൾക്കും പ്രേക്ഷകർക്കിടയിൽ മോശമായ ചിത്രീകരണത്തിനും വഴിതെളിച്ചേക്കുമായിരുന്നു. അവിടെയാണ് ക്യാപ്റ്റൻ നെവിന്റെ ഇടപെടൽ കൃത്യമാകുന്നത്. ഗോസിപ്പുകൾക്ക് തീ പിടിക്കുന്നതിന് മുൻപ് തന്നെ നെവിൻ കൃത്യസമയത്ത് ഇടപെട്ടു. പ്രശ്നത്തിന്റെ സത്യാവസ്ഥ അറിയാനും ഓരോരുത്തരുടെയും ഭാഗം കേൾക്കാനും നെവിൻ മുൻകൈയെടുത്തു. ഇതിനായി എല്ലാവരെയും ലിവിംഗ് റൂമിലേക്ക് വിളിച്ചു. അവിടെ അനുമോൾക്ക് താൻ കണ്ട കാര്യങ്ങൾ തുറന്നു പറയാൻ അവസരം നൽകി. അതുപോലെ ആര്യനും ജിസലും അവരുടെ ഭാഗം വ്യക്തമാക്കാനുള്ള ഇടം കൊടുത്തു. ഈ ഒരു സംവാദം ഗോസിപ്പുകൾക്ക് അറുതി വരുത്തി. അനുമോൾ ഉന്നയിച്ച ആരോപണങ്ങൾ ഇനി മാറ്റിപ്പറയാനും കഴിയില്ല.
ക്യാപ്റ്റൻ എന്ന നിലയിൽ നെവിൻ കാണിച്ച ഈ പക്വതയും ഉത്തരവാദിത്വവും മികച്ച രീതിയാണ്. ഒരു പ്രശ്നത്തെ എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നതിന്റെ ഉത്തമ ഉദാഹരണമായിരുന്നു നെവിൻ സ്വീകരിച്ച രീതി. ബിഗ് ബോസ് ഹൗസിനുള്ളിലെ സമാധാനപരമായ അന്തരീക്ഷം നിലനിർത്താനും അനാവശ്യമായ സംസാരങ്ങൾ ഒഴിവാക്കാനും നെവിന്റെ ഈ ഇടപെടൽ സഹായിച്ചു എന്ന് തന്നെ പറയാം എന്നാണ് കത്തിൽ പറയുന്നത്. ഈ കത്തിൽ പറയുന്ന കാര്യങ്ങളൊന്നും നമുക്ക് അല്ലാതെ പറയാൻ കഴിയില്ല. അവർ എഴുതിയേക്കുന്ന അതുപോലെ വായിച്ചില്ലെങ്കിൽ ഞങ്ങൾ ഇങ്ങനെ പറഞ്ഞിട്ടില്ലല്ലോ എന്ന് അവർ പറഞ്ഞാൽ പെടുന്നത് ഞങ്ങളായിരിക്കും. നെവിന്റെ ഈ നീക്കം ബിഗ് ബോസ് പ്രേക്ഷകർക്ക് മുന്നിൽ അദ്ദേഹത്തിന്റെ ക്യാപ്റ്റൻ എന്ന കഴിവ് തെളിയിച്ചു. കൃത്യസമയത്ത് ശരിയായ രീതിയിൽ പ്രശ്നങ്ങളെ സമീപിച്ചുകൊണ്ട് നെവിൻ ഒരു മികച്ച ക്യാപ്റ്റനും മത്സരാർത്ഥിയുമാണെന്ന് തെളിയിച്ചെന്നാണ് മറ്റൊരാൾ കത്തിൽ എഴുതിയിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ഒരു മത്സരമാണ്. ആ മത്സരത്തിൽ കുറേ നിബന്ധനകൾ ഉണ്ടാകും. ആ നിബന്ധനകളൊക്കെ അംഗീകരിച്ചുകൊണ്ടാണ് പലരും കയറുന്നത്. ബിഗ് ബോസ് ഷോയിലേക്ക് ഒന്ന് വന്നാൽ പലരുടെയും കരിയർ തന്നെ മാറിയിട്ടുണ്ട്. അറിയപ്പെടാതെ കിടന്ന പലരും അറിയപ്പെടുന്ന ലെവലിലേക്ക് വരെ മാറിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഈ കഴിഞ്ഞ സീസൺ വരെ കളിച്ചതിൽ ഏറ്റവും നല്ല കണ്ടസ്റ്റന്റുമാർ 2 പേര് നമുക്ക് എല്ലാവർക്കും എടുത്തു പറയാനുള്ളൂ. ഒന്ന് സാബുമോൻ, 2 അഖിൽ മാരാർ. അവരെ കൃത്യമായി ഫേക്ക് ഗെയിം കളിക്കാതെ പറയാനുള്ള നിലപാടുകൾ കൃത്യമായി പറഞ്ഞുകൊണ്ട് എന്താണോ ഈ ഗെയിം ലക്ഷ്യമിടുന്നത് ആ ലക്ഷ്യം കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് കളിക്കാൻ ഇറങ്ങിയവരാണ് ഈ സാബുമോനും അഖിൽ മാരാറും ഒക്കെ. പക്ഷേ ബാക്കി വരുന്ന ആളുകളൊക്കെ ഇപ്പോൾ ഈ സീസണിലെ ആളുകളെയൊക്കെ എങ്ങനെയാണ് ഈ ബിഗ് ബോസ് തിരഞ്ഞെടുത്തതെന്ന് പലരും നമ്മൾ ഈ പല ആളുകളുമായിട്ടൊക്കെ സംസാരിക്കുമ്പോൾ ഇങ്ങനെ ബിഗ് ബോസ് ഷോയെ കുറിച്ചൊക്കെ പറയുമ്പോൾ പലരും ചോദിക്കും ഈ തവണത്തെ കണ്ടസ്റ്റന്റിനെയൊക്കെ ഇത് ആരാ തിരഞ്ഞെടുത്തത്? കാരണം ഒരു എന്താ പറയുക, നിലനിൽപ്പിന് വേണ്ടി ശരി നമ്മളൊരു ഷോക്കാണ് പോകുന്നത്. ആ ഷോയുടെ അന്തിമമായ വിജയമാണ് നമ്മുടെ ഓരോരുത്തരുടെയും മനസ്സിലെ ആഗ്രഹം. ഞാൻ തന്നെ വിജയിക്കണം എന്ന് ഓരോരുത്തരും ചിന്തിക്കും. പക്ഷേ ആ ചിന്തയ്ക്കപ്പുറമുള്ള ചില കാര്യങ്ങളുണ്ടല്ലോ. അതായത് ഇപ്പോൾ ഒരു ആണും പെണ്ണും ഉമ്മ വച്ചു കഴിഞ്ഞാൽ അത് അവരുടെ സ്വകാര്യതയില്ല. അത് പ്രോഗ്രാം ആണെങ്കിലും എന്താണെങ്കിലും അവർക്ക് 2 പേർക്കും അതിൽ പരാതിയില്ലെങ്കിൽ മൂന്നാമതൊരാൾ അതിൽ ഇടപെടേണ്ട കാര്യം എന്താ? ആരെങ്കിലും ഉമ്മ വയ്ക്കുന്നത് തടയണമെന്ന് അനുമോളോട് ബിഗ് ബോസ് പറഞ്ഞിട്ടുണ്ടോ? ആരെയും ഉമ്മ വയ്പ്പിക്കരുത്, അത് കൃത്യമായി അനുമോൾ നിരീക്ഷിക്കണം എന്ന് അനുമോളോട് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? അങ്ങനെയാണെങ്കിൽ ഓക്കെ, ബിഗ് ബോസിൽ ആരും അങ്ങോട്ടും ഇങ്ങോട്ടും ഉമ്മ വയ്ക്കാനോ മടിയിൽ കിടക്കാനോ കെട്ടിപ്പിടിക്കാനോ ഒന്നും പാടില്ല. അതൊക്കെ നിരീക്ഷിക്കാനാണ് അനുമോളിനെ ഇവിടെ ഏർപ്പെടുത്തിയിരിക്കുന്നത് എന്നുള്ളത് അങ്ങനെയാണ് എങ്കിൽ ഓക്കെ. അല്ലാതെ ഇപ്പോൾ പലരും പറയും ഒരു ഷോയാണ്, ഷോയുടേതായ മാന്യതയുണ്ട്, എല്ലാം ശരിയാണ്. ചുംബന സമരം എന്നും പറഞ്ഞ് പരസ്യമായി കിടന്ന് ഉമ്മ വയ്ക്കുന്നുണ്ട്. ഇവിടെ കൊച്ചിയിലും തിരുവനന്തപുരത്തൊക്കെ പല സ്ഥലങ്ങളിൽ ചെന്ന് നോക്കിയാൽ പരസ്യമായി കെട്ടിപ്പിടുത്തോ ഉമ്മ വയ്ക്കുന്നതൊക്കെ നടക്കുന്നുണ്ട്. ഇതൊക്കെ ഇപ്പോൾ സ്ത്രീക്കും പുരുഷനും പരാതി ഇല്ലെങ്കിൽ മറ്റാർക്കാണ് പരാതി? നിങ്ങൾ കാണുന്നിടത്ത് കണ്ണടച്ചാൽ പോലെ. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ല എങ്കിൽ അത് നിങ്ങളുടെ പ്രശ്നമാണ്. നിങ്ങൾക്കത് കാണാൻ പറ്റാത്തത് നിങ്ങളുടെ പ്രശ്നമാണ്. അത് ആ സ്ത്രീക്കും പുരുഷൻ, ഇപ്പൊ ആര്യനും ജിസേലിനും പ്രശ്നമില്ലെങ്കിൽ അനുമോൾക്ക് എന്തിന്റെ സൂക്കേടാണ്? അപ്പൊ തീർച്ചയായിട്ടും അനുമോള് സ്ത്രീത്വത്തെ അപമാനിച്ചതിന്റെ പേരിൽ, കാരണം അങ്ങനെ ഒരു ഉമ്മമയ്ക്കൽ അവിടെ കണ്ടിട്ടില്ല എന്നാണ് ബിഗ് ബോസിന്റെ സ്ഥിരം റിവ്യൂ ഒക്കെ പറയുന്ന ഒരു ലേഡി ഉണ്ട്. അവരുടെ പേര് എനിക്ക് എന്റെ ഇത് കിട്ടിയത് രേവതി അങ്ങനെ എന്തോ ആണെന്ന് തോന്നുന്നു അവരുടെ പേര്. അവരിന്നലെ ഞാൻ ഈ വാർത്ത ചെയ്യുന്നതിന് മുൻപേ അവർ പറയുന്നത് ഞാനൊന്ന് കേട്ടുനോക്കി. അങ്ങനെ ഒരു 24 hours ഈ ലൈവ് കണ്ടുകൊണ്ടിരിക്കുന്ന ആളാണ് അവരങ്ങനെ ഒരു ഇതേ കണ്ടിട്ടില്ല എന്നാണ് അവർ പറയുന്നത്. അപ്പൊ തീർച്ചയായിട്ടും ഇത്തരത്തിൽ തെറ്റായ കാര്യങ്ങൾ പ്രചരിപ്പിച്ച് 2 പേരുടെ സ്വഭാവത്തെ പുറം ലോകത്ത് മോശമായി ചിത്രീകരിക്കാൻ അനുമോൾ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അനുമോൾക്ക് ശിക്ഷ ലഭിക്കുക തന്നെ വേണം.